എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നീലത്തിമിംഗലമായിരിക്കും. പക്ഷേ നീലത്തിമിംഗലം ഒരു മത്സ്യമല്ല, അതൊരു സസ്തനിയാണ്. നമ്മുടെ കേരള കടൽ തീരങ്ങളിൽ കാണുന്ന വെള്ളുടുമ്പൻ സ്രാവ് അഥവാ വെയിൽ ഷാർക്ക് അത് ഒരു സംരക്ഷിത മത്സ്യമാണ്. അതിൻ്റെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടന ഇന്ത്യയിലുണ്ട്. ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം 17ഓളം വെള്ളുടുമ്പൻ സ്രാവുകളെ കേരള കടൽ തീരത്തു നിന്നും രക്ഷപ്പെടുത്തുന്നതിൽ അവർ സഹായിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഈ പ്രോഗ്രാമിൽ കാണാം. ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു കൂറ്റൻ മണൽ ശില്പവും ശംഖുമുഖത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം, അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് സേവ് ദ വെയിൽ ഷാർക്ക് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ സംഘാടകരാണ് സാജൻ സാർ അല്ലേ? അതെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്. അപ്പോൾ തിമിംഗല സ്രാവുകൾ പൊതുവെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജീവി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജീവി നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനും വലയിൽ കുടുങ്ങുന്ന തിമിംഗല സ്രാവുകളെ രക്ഷപ്പെടുത്തി തിരിച്ചയക്കാനും വേണ്ടി നടത്തുന്ന വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു പദ്ധതിയാണ് സേവ് ദി വെയിൽ ഷാർക്ക് ക്യാമ്പയിൻ. 2017 ആരംഭിച്ച ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള തീരത്ത് നിന്ന് വലയിൽ കുടുങ്ങിയ 17 തിമിംഗല സ്രാവുകളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ശംഖുമുഖത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയ തിമിംഗല സ്രാവിനെ രക്ഷപ്പെടുത്തിയ മത്സ്യത്തൊഴിലാളികളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് നടത്തിയ ഒരു ചിത്ര രചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ഇവിടെ എത്തുന്നതായിരുന്നു. ഓക്കെ. എന്തായാലും വളരെ എല്ലാവിധ ആശംസകളും നേരെയാണ്. വളരെ നന്ദി. ഇത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം ബൾസിൻ്റെ തുടക്കക്കാരനായ ശ്രീ അജിത് ശംഖുമാണ്. അജിത്തേട്ടാ, ശരിക്കും ഇപ്പോൾ ശംഖുമുഖത്ത് എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേകത? ഇന്ന് ഇവിടെ തന്നെ സംഘടിപ്പിക്കുക 17-18ഓളം ജീവനുകളെ കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഓക്സിജൻ പോലുള്ള സാധനങ്ങൾ കടലിലെ ജീവികൾ ജീവിക്കാനുള്ള കിട്ടുന്നത് നമ്മുടെ ഈ തിമിംഗല സ്രാവിൻ്റെ വേസ്റ്റാണ്. അതായത് ബാത്റൂമിൽ പോകുന്നത് വേസ്റ്റ്. അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടാകുന്നത് ആർക്കും തിരിച്ചറിയില്ല. എനിക്കും തിരിച്ചറിയാൻ സാധിച്ചു. അത് കാരണം വേറെ 18-19 തിരിച്ചു വിടുക എന്ന ചെറിയ കാര്യമില്ല. അപ്പോൾ അഭിമാനം കാണുന്ന ഒരു മത്സ്യത്തൊഴിലാളി എന്ന നിലയ്ക്ക് ഇനിയും തുടരും യാത്രയിൽ. പിന്നെ പറയണ്ടല്ലോ, വിളിച്ച ഉടനെ ഓടി വന്നാൽ ഒത്തിരി നന്ദി. വളരെ സന്തോഷം. സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ പിന്തുണയ്ക്കുക സ്രാവുകൾ അറിയപ്പെടുന്നത് IUCN-ന്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട ഇവയെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തിമിംഗല സ്രാവുകളെ സംരക്ഷിക്കുന്നതിനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതായത് WTI ആരംഭിച്ച പദ്ധതിയാണ് തിമിംഗല സ്രാവ് സംരക്ഷണ പദ്ധതി. 2004 ഗുജറാത്തിൽ ആരംഭിച്ച ഈ പദ്ധതി വിജയകരമായി മുന്നോട്ടു പോകുന്നു. ഗുജറാത്തിലെ മത്സ്യത്തൊഴിലാളികൾ 900-ൽ പരം തിമിംഗല സ്രാവുകളെ രക്ഷിച്ച് കടലിലേക്ക് തിരിച്ചുവിട്ടു. 2018-ൽ കേരളത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾ ഇന്നേവരെ 15 തിമിംഗല സ്രാവുകളെ രക്ഷിച്ച് തിരികെ കടലിലേക്ക് വിട്ടു. കൺസൾട്ടന്റും പ്രൊമോട്ടറും ആയ ശ്രീമതി ലയന തള്ളശ്ശേരിയെ വേദിയിലേക്ക്. സംരംഭത്തിൽ WTI-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതൊരു നല്ല അവസരമായി കണക്കാക്കുന്നു. ഞങ്ങൾ വഴിയൊരുക്കിയിട്ടുണ്ട്, പ്രവർത്തിക്കുന്നു. അവരുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് അവരുടെ പ്രത്യേകത. WTI-യുടെ മാനേജറും ഹെഡ് മറൈനും ആണ് അദ്ദേഹം. നമ്മുടെ ഈ സംരംഭത്തിന്റെ തുടക്കം മുതൽ ഇതുവരെയും എല്ലാ സപ്പോർട്ടും നിർദ്ദേശവും ഒക്കെ തന്ന് കൂടെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ സാജൻ ജോൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യമാണ് തിമിംഗല സ്രാവ്. ഈ തിമിംഗല സ്രാവിൻ്റെ സംരക്ഷണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 2017-ൽ തിമിംഗല സ്രാവ് സംരക്ഷണ പദ്ധതി ആരംഭിച്ചത്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, അപ്പോൾ എന്താണ് നീലത്തിമിംഗലം എന്നും അല്ലേ? നീലത്തിമിംഗലം ഒരു സസ്തനിയാണ്. മനുഷ്യരെ പോലെ ഒരു സസ്തനിയാണ് നീലത്തിമിംഗലം. പ്രസവിക്കുന്ന, പാല് കുടിക്കുന്ന, അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശ്വസിക്കുന്ന ലങ്സ് ഉള്ള ഒരു ജീവിയാണ് നീലത്തിമിംഗലം. നീലത്തിമിംഗലത്തിന് ഏകദേശം 80 അടിയോളം നീളമുണ്ടാകും. എന്നാൽ തിമിംഗല സ്രാവ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. മുട്ടയിടുന്ന, മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ ചെകിളയിലൂടെ വലിച്ചെടുക്കാൻ കഴിവുള്ള മത്സ്യമാണ്. മത്സ്യവർഗത്തിൽപ്പെട്ട സ്രാവ് ഇനമാണ് തിമിംഗല സ്രാവ്. തിമിംഗല സ്രാവുകൾക്ക് ഏകദേശം 40 അടിയോളം നീളമാണ് ഉണ്ടാവുക. 40 അടി നീളമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തിൽ കാണുന്ന ഒരു വോൾവോ ബസ്സിൻ്റെ നീളം നിങ്ങൾ കണക്കാക്കിയാൽ മതി. പലപ്പോഴും സ്രാവുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വളരെ ഭീകരമായ പല രൂപങ്ങളായിരിക്കും. മനുഷ്യനെ കടിച്ചു കീറുന്ന അല്ലെങ്കിൽ ബോട്ടുകൾ കുത്തിമറിച്ചിടുന്ന അതികായന്മാരെയാണ് നമ്മൾ പലപ്പോഴും സിനിമകളിലും മറ്റ് പരിപാടികളിലും കണ്ടിട്ടുള്ളത്. കാരണം ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിക്ക്
സ്രാവുകളെ ഒരു ഭീകരജീവിയായി ചിത്രീകരിക്കുന്നതിൽ വളരെ വലിയ ഒരു പങ്ക്. വളരെ ശാന്തരായ ജീവികളാണ്. മനുഷ്യരെ കടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ കടിച്ചു തിന്നാനോ പല്ലുകൾ ഒന്നും തന്നെ ഇല്ലാത്ത, വെള്ളം അരിച്ചു ഭക്ഷിക്കുന്ന വളരെ ശാന്തരായ ജീവികളാണ് തിമിംഗല സ്രാവുകൾ. മനുഷ്യൻ്റെ സാമീപ്യം വളരെയധികം ഇഷ്ടപ്പെടുന്ന, എന്നാൽ തന്നെ മനുഷ്യനെ ഒരിക്കൽ പോലും ഉപദ്രവിക്കാത്ത, ചരിത്രത്തിൽ എവിടെയും തന്നെ തിമിംഗല സ്രാവ് ഒരു മനുഷ്യനെ ഉപദ്രവിച്ചതായി ആർക്കും അറിയില്ല. അത്രയ്ക്കും സൗമ്യനായ ഒരു ജീവിയാണ് തിമിംഗല സ്രാവ്. കടലിലുള്ള ഒരു ജീവി. എന്തിനാണ് നമ്മൾ തിമിംഗല സ്രാവിനെ സംരക്ഷിക്കേണ്ടതായി വരുന്നത്? അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പലപ്പോഴും വലയിൽ കുടുങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയുന്ന പല പ്ലാസ്റ്റിക്കുകളും കടലിലേക്ക് വരുന്നു. അങ്ങനെ ഇതിന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതല്ലാതെ തന്നെ തിമിംഗല സ്രാവുകൾ എന്ന് പറയുന്നത് കടലിൻ്റെ ആരോഗ്യത്തിന് വളരെ അധികം പ്രാധാന്യം വഹിക്കുന്ന കുറേ ജീവികളാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ കടലുള്ള കടൽ പായലുകൾ, അല്ലെങ്കിൽ ചെറിയ സസൂക്ഷ്മമായ ജീവികൾ, കടൽ ആൽഗകൾ, നമ്മുടെ സൈനോബാക്ടീരിയ, ഡയാറ്റം പോലുള്ള ജീവികൾ ക്രമാതീതമായി കടലിൽ പെരുകുമ്പോൾ മറ്റുള്ള കടൽ ജീവികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കടൽ ചൊറി എന്ന് പറയുന്നത്, ജെല്ലി ഫിഷിൻ്റെ ക്രമാതീതമായ വർധന കാരണം ഒരുപക്ഷെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, പലപ്പോഴും മീനിൻ്റെ ലഭ്യത വളരെയധികം കുറയാറുണ്ട്. അപ്പോൾ കടലിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ മാത്രമല്ല, കടലിലെ മത്സ്യസമ്പത്ത് നിലനിൽക്കാൻ വേണ്ടിയും തിമിംഗല സ്രാവുകൾ വളരെ അധികം പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടലിലെ മത്സ്യ സമ്പത്ത് നിലനിന്നാൽ തീർച്ചയായും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാത്രമല്ല, മത്സ്യങ്ങളുടെ സമ്പത്തും മത്സ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ വരുമാനത്തിനും തിമിംഗല സ്രാവുകൾ കടലിൽ ഉണ്ടാവേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന തിമിംഗല സ്രാവിനെ പിടിക്കാനോ കൊല്ലുവാനോ പാടുള്ളതല്ല. നിയമപരമായി ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് അത്തരത്തിലുള്ളത്. പിന്നെ അതുമാത്രമല്ല, തിമിംഗല സ്രാവുകൾ മൈഗ്രേറ്ററി സ്പീഷീസാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദേശാടന പ്രിയരാണ് തിമിംഗല സ്രാവുകൾ. വളരെയധികം ദൂരം, കിലോമീറ്ററുകളോളം താണ്ടി ഒരു സ്ഥലത്ത് പ്രജനനത്തിനും മറ്റു സ്ഥലത്ത് ഭക്ഷണത്തിനുമായി പോകുന്ന ജീവികളാണ് തിമിംഗല സ്രാവുകൾ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിമിംഗല സ്രാവുകൾ കാണപ്പെടുന്നത് നമ്മുടെ ഗുജറാത്ത് തീരത്തെ സൗരാഷ്ട്ര പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ തിമിംഗല സ്രാവുകൾ ഇന്ത്യയിൽ കാണുന്നത്. കേരളത്തിൽ നമുക്ക് എല്ലാ സ്ഥലത്തും തിമിംഗല സ്രാവുകൾ കാണുന്നുണ്ട്. ഏകദേശം ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് തിമിംഗല സ്രാവുകൾ ഇന്ത്യൻ തീരത്ത് കാണപ്പെടുന്നത്, പ്രധാനമായി കേരള തീരത്ത് കാണപ്പെടുന്നത്. തിമിംഗല സ്രാവുകളെ പിടിക്കാനായി ഒരുപക്ഷെ ആരും തന്നെ കടലിലേക്ക് പോകാറില്ല. പക്ഷേ മത്സ്യബന്ധനത്തിൻ്റെ ഭാഗമായി വല വീശുമ്പോൾ മറ്റുള്ള മത്സ്യങ്ങളുടെ ഒപ്പം തന്നെ തിമിംഗല സ്രാവുകൾ കുടുങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അജ്ഞത മൂലം പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ ഇത്തരത്തിൽ വലയിൽ കുടുങ്ങുന്ന തിമിംഗല സ്രാവുകളെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. അത് നിയമപ്രകാരം ശിക്ഷാർഹമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പലർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നിന്നെല്ലാം മത്സ്യത്തൊഴിലാളികളെ പിന്തിരിപ്പിക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യം കൂടി സേവ് ദി വെയിൽ ഷാർക്ക് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ സുരക്ഷ നിക്ഷിപ്തമായിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി സേവ് ദി വെയിൽ ഷാർക്ക് ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള വനം വകുപ്പ് പൊതുജനത്തിനും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമായി ചെയ്യുന്ന പല കാര്യങ്ങളും തികച്ചും പ്രശംസനീയമാണ്. പിന്നെ മത്സ്യത്തൊഴിലാളികളും ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന നെടുന്തൂണാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2018 കേരളത്തിലെ മനുഷ്യരെ സംരക്ഷിക്കാനായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങി. അതേപോലെ തന്നെ ഈ തിമിംഗല സ്രാവിനെ സംരക്ഷിക്കാനായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരുന്നു. 2017 മുതൽ 2023 വരെ കേരള തീരത്ത് നിന്ന് ഏകദേശം 17 തിമിംഗല സ്രാവുകളെയാണ്, വലയിൽ കുടുങ്ങിയ 17 തിമിംഗല സ്രാവുകളെയാണ് നമ്മുടെ മത്സ്യബന്ധന സുഹൃത്തുക്കൾ വല കീറി രക്ഷപ്പെടുത്തിയത്. അതൊരു വളരെ വലുതാണ്. കാരണം ഈ സ്രാവിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വല കീറിയിട്ടാണ് പലപ്പോഴും ഈ സ്രാവിനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വല കീറുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ ഭീമമാണ്. പിന്നെ മാത്രമല്ല, വല കീറുമ്പോൾ തിമിംഗല സ്രാവ് മാത്രമല്ല രക്ഷപ്പെടുക, തിമിംഗല സ്രാവിനോടൊപ്പം വലയിൽ കുടുങ്ങിയിരിക്കുന്ന മറ്റ് മീനുകളും ഇതോടൊപ്പം രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇതിൻ്റെ നഷ്ടത്തിൻ്റെ ആക്കം വർദ്ധിക്കും. ഗുജറാത്ത് തീരത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ തിമിംഗല സ്രാവുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായി അവിടുത്തെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏകദേശം 1000-ഓളം തിമിംഗല സ്രാവിനെയാണ് രക്ഷപ്പെടുത്തിയത്. സർക്കാർ 25,000 രൂപ വെച്ച് അവർക്ക് കോമ്പൻസേറ്ററി അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാര തുക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നഷ്ടപരിഹാര സ്കീം കേരളത്തിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അവരുടെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ തുക
ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കുന്ന തിമിംഗല സ്രാവിനെ സംരക്ഷിക്കുമ്പോൾ രക്ഷപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താനായി ഒരു ചെറിയ സംഖ്യ മത്സ്യത്തൊഴിലാളി കൊടുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായും അതൊരു ശാശ്വത പരിഹാരമല്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇതിന് പൊതുവെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ കുട്ടികളെയും മുതിർന്നവരെയും ഇതിലേക്ക് ക്ഷണിക്കുന്നത്. സേവ് ദി വെയിൽ ഷാർക്ക് സേവ് ദി ഓഷ്യൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് പല ചിത്രരചന മത്സരത്തിൽ പങ്കെടുത്തു. ഞാനും നേരിട്ട് കണ്ടു പല കുട്ടികളുടെയും. പരിപാടിയുടെ ഭാഗമായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. KN ശ്യാം മോഹൻലാൽ അവർകളാണ് ചീഫ് വൈൽഡ് ലൈഫ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. മാന്യ അധ്യക്ഷൻ ശ്രീ സാജൻ ജോൺ ഉദ്ഘാടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സാറന്മാരെ, കുഞ്ഞുങ്ങളെ പറയും മലയാളത്തിലെ ശരിക്കുള്ള വാക്ക് തിമിംഗിലം എന്നാണ്. അപ്പോൾ ഈ തിമിംഗില സ്രാവ് അല്ലെങ്കിൽ വെയിൽ ഷാർക്കിൻ്റെ ഒരു മാതൃക ഇവിടെയുണ്ട്. കടലിൽ കിടന്നു കഴിഞ്ഞാൽ ഇത് ഒരു കാർപ്പറ്റ് പോലെ തോന്നിക്കും, നമ്മുടെ ഒരു പരവതാനി വിരിച്ചതുപോലെ തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാർപ്പറ്റ് ഷാർക്കായിട്ട് കരുതുന്നു. മനുഷ്യന് ഒരു ഉപദ്രവം ചെയ്യാത്ത ഈ സിനിമ, നേരത്തെ അദ്ദേഹം പറഞ്ഞു, സിനിമകളിൽ മാത്രമാണ് എപ്പോഴും ഈ കരയ്ക്ക് വന്ന് നിൽക്കുന്ന, അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ടെങ്കിൽ കൂടി ഈ സ്രാവുകൾ അങ്ങനെ എല്ലാ സമയത്തും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജീവിയൊന്നുമല്ല. പ്രത്യേകിച്ചും ഇത്തരം സ്രാവുകൾ, പുള്ളി ഉള്ള ഇത്തരം സ്രാവുകൾ ഇത് കടലിൻ്റെ അടിത്തട്ടിൽ മാത്രം കാണുന്ന, തന്നെയുമല്ല ഏതാണ്ട് 21 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ മാത്രമാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയുടെ ചുറ്റുമുള്ള പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഈ രാജ്യങ്ങളുടെ അടുത്തായിട്ടാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 1972 വന്യജീവി ആക്റ്റിൽ 1ാമത്തെ പട്ടികയിലാണ് ഇതിനെപ്പെടുത്തി. 1ാമത്തെ പട്ടിക എന്ന് പറയുന്നത് വളരെയധികം സംരക്ഷണ പ്രാധാന്യം അർഹിക്കുന്ന ജീവികൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടികയാണ്. അതിനകത്ത് എന്ന് പറയുന്ന മത്സ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഷെഡ്യൂൾ ഭാഗത്താണ് ഈ പുള്ളി സ്രാവിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നറിയുന്നതും കൗതുകകരമായിരിക്കും. 3 വർഷം മുതൽ 7 വർഷം വരെ തടവും, ആദ്യ തവണയാണെങ്കിൽ 25,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് ഇതിനെ വേട്ടയാടിയെ കിട്ടുക. ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷം തൊട്ട് 7 വർഷം വരെയുള്ള തടവും 1,00,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് ഇതിന് ശിക്ഷയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശിക്ഷ ലഭിക്കാവുന്ന വർണ്ണമാണ് പുള്ളിസ്രാവിൻ്റെ വേട്ടയാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടോ, 2017 മുതൽ ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങൾ മാത്രമായിട്ട് ഏതാണ്ട് 17ഓളം പുള്ളി സ്രാവുകളെയാണ്, അല്ലെങ്കിൽ തിമിംഗല സ്രാവുകളെയാണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞു. പൊതുവേ നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ഇതിനെ വേട്ടയാടാനെന്ന് പറഞ്ഞ് കടലിൽ പോകാറില്ല. ആക്സിഡൻ്റൽ ക്യാച്ചായിട്ടാണ്, അതായത് അറിയാതെ വലയിൽ പെട്ടു പോകുന്നതായിട്ടാണ് ഇതുവരെ കണ്ടുവന്നിട്ട്. മിക്കവാറും അങ്ങനെ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അത് തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു തവണ അതിൻ്റെ വല മുറിച്ച് അതിനെ രക്ഷപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വൻ നഷ്ടമാണ് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർക്കുണ്ടാകുന്നത്. സത്പ്രവർത്തിക്ക് 2017 മുതൽ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായും അതുപോലെ പിക്കാനോയുമായും കൂടി ചേർന്നിട്ട് ഇങ്ങനൊരു സംരംഭത്തിൽ തുറന്നും പങ്കാളിയാവുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. പ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചിത്രകാരനായ ഗ്രന്ഥകർത്താവ് എന്നറിയപ്പെടുന്ന ശ്രീ കാരക്കാമണ്ഡപം വിജയകുമാർ സാറാണ്. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സാജൻ ജോൺ അവർകൾ മുഖ്യാതിഥിയായി നമ്മോട് സംസാരിച്ചു കഴിഞ്ഞാൽ, നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ പ്രകൃതിയിലുള്ള മനുഷ്യരടക്കമുള്ള കരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്ന ഈ നീലത്തിമിംഗല സ്രാവുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യത അതിൻ്റെ ശാസ്ത്രീയമായ ഒരുപാട് വശങ്ങളിലൂടെ ഉള്ളതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുകയും അതിൻ്റെ വംശനാശം സംഭവിക്കാതിരിക്കാനുള്ള പദ്ധതികൾ നാം നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഒന്ന് ശ്രീ വിപിൻ വിജയൻ തയ്യാറാക്കിയ വളരെ ശ്രദ്ധേയമായ ഒരു മണൽ ശില്പമാണ് നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത്. അതുപോലെ തന്നെ കുട്ടികളുടെ ചിത്രരചനാ മത്സരം 2 മാസമായി നടന്നുകൊണ്ടിരുന്ന മത്സരങ്ങളിൽ തിരുവനന്തപുരം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അത് കൂടുതൽ കുട്ടികളിലേക്കും അവരുടെ വീടുകളിലേക്കും, കാരണം മുതിർന്ന ആളുകൾക്ക് പലർക്കും ഇതൊക്കെ അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറിവ് കൂടി ഇതിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഇതിൻ്റെ സംഘാടകർ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന
ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഈ സംഘടനയ്ക്കും നമ്മുടെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ശ്രീ വിപിൻ വിജയൻ അടക്കമുള്ള ആളുകളെയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഫിഷർമാൻ അവാർഡാണ്. അതായത് പ്രളയത്തിൽ രക്ഷകരായവർ വീണ്ടും രക്ഷകരാവുകയാണ് ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി. വെയിൽ ഷാർക്കിനെ തിരികെ അവരുടെ ജീവൻ പണയം വെച്ച് കടലിലോട്ട് തിരിച്ചയക്കുന്ന ഈ മനുഷ്യർക്ക് WTAയുടെ ആദരവ് ആണ് അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. നവംബർ 24-ന് 2023 വർഷത്തില് M. ഷിഹാബുദ്ദീൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ആദരവിനായി. ഡിസംബർ 28, 2023 പള്ളിത്തുറ അവിടുന്ന് നമ്മുടെ ഒരു വലിയ നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തെ രക്ഷിച്ച ശ്രീ രാജു സ്റ്റീഫൻ. മറ്റൊരു താരം ശ്രീ സൈമൺ സാജു. മാസത്തിൽ 4-ാം തീയതി വലിയവേളി വെച്ച് മിസ്റ്റർ ഷിൻചു അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയുമുണ്ട് 2023 നവംബർ മാസത്തിൽ പൂന്തുറ ഭാഗത്ത് വെച്ച് ശ്രീ സാബു റിച്ചാർഡ്. അടുത്തതായി ഈ വർഷം തന്നെ വീണ്ടും പുത്തൻതോപ്പ് വെച്ചിട്ട് ശ്രീ ജോബി ലോപ്പസ്. ശരിക്കും നമ്മുടെ ഹീറോ ഇവരൊക്കെ തന്നെയല്ലേ? ഹീറോ അവരാണ് നമ്മുടെ ഹീറോ. അവർക്ക് അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ. ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പ്രൈസ് കരസ്ഥമാക്കിയ വിന്നേഴ്സിനുള്ള സമ്മാനദാനമാണ്. അംബേദ്കർ വിദ്യാനികേതൻ CBSE മോഡൽ സ്കൂളിലെയും വിദ്യാർത്ഥികളാണ് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. ഇത്രയും കുട്ടികളിൽ നിന്ന് 1637 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര ആദിവാസി കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളാണ് ഡോക്ടർ അംബേദ്കർ വിദ്യാനികേതൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിരുന്നത് ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയത് അഹല്യ RS 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ജൂനിയർ വിഭാഗത്തിൽ ആയിഷ NS കാർമൽ. സമ്മാനം അലീന AP കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 2ാം സമ്മാനം സഞ്ജയ് VS സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, 9ാം ക്ലാസ് കാർമൽ ഹയർ സെക്കൻഡറി. ആര്യ BL Class 9 Carmel High Secondary. Roshni VS. Vismaya Vinod. Class 8 Government Girls High Secondary. നാല് കുട്ടികളുണ്ടായിരുന്നു. അവരുടെയും പേര് വിളിക്കാം കൺസലേഷൻ പ്രൈസിന്. ആൽബിൻ J പെരയത്ത്, Class 4 ക്രൈസ്റ്റ് നഗർ. രണ്ടാം ക്ലാസ് ഗവൺമെന്റ് LP സ്കൂൾ. ശിവദ KC. അടുത്തതായി നമുക്കൊരു വിശിഷ്ട കലാകാരനെ പരിചയപ്പെടാം. ചിത്രകലാ മേഖലകളിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിലെ വളർന്നു വരുന്ന ഒരു കലാകാരനാണ് ശ്രീ വിപിൻ വിജയ്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ശില്പം ചെയ്യാൻ വേണ്ടി അവസരം നൽകിയ പിക്കാനോയ്ക്കും WTAനും എൻ്റെ നന്ദി അറിയിക്കുന്നു. വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
respected delegates, esteemed attendees, it's always a pleasure coming to Kerala. As a part of WTI, we have been working in 47 different projects pan-India. We work for species, landscape with the community. And fishers, obviously, all of you guys have helped us immensely for cutting the entangled fish and releasing it back to the wild. പ്രവർത്തകനും ആദ്യം മുതലേ തന്നെ ഞങ്ങളുടെ ഒപ്പം ഒരാളെന്ന നിലയിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച ശ്രീ ഗോപൻ മാതൃക അവർകളെ ആശംസകൾ അർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന്, ഇതിനെല്ലാം പാത്രമായ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ പ്രതിഭ നമ്മൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെ നമ്മൾ അംഗീകരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ട്, ക്യാച്ച് ദം യങ് എന്നുള്ള രീതിയിൽ കുട്ടികളിൽ ഇതിൽ അവബോധം എങ്ങനെ നമ്മൾ ചെലുത്താം എന്നുള്ള രീതിയിൽ അവരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ അവരെ സംഘടിപ്പിക്കുകയും അവർക്ക് കോമ്പറ്റീഷനിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയും ഈ വെയിൽ ഷാർക്കിനെ കുറിച്ചുള്ള കാര്യം ഒരുപക്ഷെ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഇപ്പോഴല്ലാത്ത മത്സ്യത്തൊഴിലാളികളുള്ള ഈ നാട്ടിൽ ഈ നമ്മളെ വെള്ളുടുമ്പൻ സ്രാവിനെ പറ്റിയുള്ള ഈ വിവരം, ഇതിനെ രക്ഷപ്പെടുത്തുന്ന ന്യൂസുകൾ വരുമ്പോഴത്തേക്കാണ് മനസ്സിലാക്കിയത്. ഒരു വെള്ളുടുമ്പനല്ല, ഒരു വരയൻ സ്രാവ് അവിടെ ഇരിപ്പുണ്ട് തൊട്ട് അങ്ങേയറ്റത്ത്, അതിശംഖുമുഖം. ഈ സ്രാവാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത്. കാരണം കടലുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അറിവുകൾ, കടലറിവുകൾ എന്നുള്ള രീതിയിൽ പരിസ്ഥിതി പ്രവർത്തകരെയും കടൽ പ്രവർത്തകരെയും എല്ലാ പേരുടെയും തനത് അറിവുകൾ നമ്മളെല്ലാവരിലും എത്തിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും കടലിലുള്ളവർ മാത്രമല്ല, കരയിലുള്ളവരാണ് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ അറിയേണ്ടുന്നത് എന്ന് മാഡം ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നിസ്സാരം നമ്മളിടുന്ന ഈ പ്ലാസ്റ്റിക് അത് ഏത് രീതിയിൽ പോയിരുന്നാലും ഈ വെള്ളുടുമ്പൻ സ്രാവ് എല്ലാ കാര്യവും സക്ക് ചെയ്ത്, അതായത് അതിൻ്റെ രീതി നിങ്ങൾ വാട്ടർ ടാങ്കിൽ, ഫിഷ് ടാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സക്കർ, അതേപോലെ ഇങ്ങനെ സക്ക് ചെയ്ത് കിടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ രീതിയിലാണ് പിന്നെ വൃക്ഷങ്ങളാണെന്നാണ് ധാരണ. പക്ഷേ എങ്കിലും 10-60-70% ഓക്സിജൻ നമുക്ക് നൽകുന്ന, ബ്ലൂ എക്കണോമി നൽകുന്ന, നമ്മൾ വിശാലമായിട്ട് കിടക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 4-3 ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഈ 3 ഭാഗവും ചുറ്റി കിടക്കുന്ന ഈ കടല് നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് അങ്ങോട്ട് ചെയ്യണ്ടേ? കടലിനെ ദേവനായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഒരു നാടാണ്. പക്ഷെ ഇത്രയും കടലിനെ ദ്രോഹിക്കുന്ന വേറൊരു നാട് എൻ്റെ അറിവിലില്ല. നമ്മൾ എവിടെ പോയിരുന്നാലും നമുക്കറിയാം, എല്ലാ വേസ്റ്റും എല്ലാ കാര്യവും നമ്മൾ കടലിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. കടലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഊളിയിട്ട് മുങ്ങാങ്കുഴിയിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടംപോലെ വ്യക്തിത്വങ്ങൾ നമ്മളിവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മുടെ അറിവുകൾ, അല്ലെങ്കിൽ ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അറിവ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റു കാര്യങ്ങളിൽ കൂടെയും ഒക്കെ ദൈനംദിനം പറഞ്ഞിട്ടും ആൾക്കാർക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവും ആ രീതിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. അറിവുണ്ട്, പക്ഷേ ഈ അറിവെല്ലാം വച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി, നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തി, കുടുംബത്തിലെ ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതല്ല, ഓരോ വ്യക്തികളും ഇറങ്ങണം. ഇട്ടതിന് ശേഷമുള്ള ആ ഒരു പ്രതികരണം പോലും നല്ല രീതിയിൽ കിട്ടിയില്ല എന്നുള്ളിടത്താണ് സങ്കടം. പക്ഷേ എങ്കിലും നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുക. ഇതെങ്ങനെയെങ്കിലും കാണുമ്പോഴത്തേക്ക് കടൽ മാത്രമല്ല കരയും കൂടെ വിചാരിച്ചാലേ ഈ കാര്യം നടക്കൂ എന്നുള്ളതാണ്. എനിക്കും ആദ്യത്തെ അറിവായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനകത്താണ് ഈ സംഭവം വരുന്നുള്ളത്. കൊച്ചു കുട്ടികളോടൊപ്പം, അവരെ രക്ഷകർത്താക്കളോടൊപ്പം, ഈ മണ്ണിനോടൊപ്പം, ഈ ഉപ്പ് ചേർന്ന കാറ്റിനോടൊപ്പം, ഈ വെള്ളത്തോടൊപ്പം, ശംഖുമുഖത്തോടൊപ്പം എല്ലാ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും നടന്ന ശംഖുമുഖം വലിയൊരു ഈ പ്ലേസിൽ വരാനിങ്ങനെ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം തന്ന സംഘടനയ്ക്കും പ്രത്യേകിച്ച് വിശിഷ്യ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അർപ്പിക്കുവാനെത്തുന്നത് മത്സ്യത്തൊഴിലാളി പ്രതിനിധിയായ ശ്രീ അജിത് ശംഖുമുഖം ആണ്. WTAയുടെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ കൂടിയായ അദ്ദേഹം ഒരു സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനും കടലിൽ പണിയെടുക്കുന്ന തൊഴിലാളിയും അതിലുപരി വേൽഷാർക്കിനെ രക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. സ്നേഹത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികളെ,
എൻ്റെ ചങ്കിൻ്റെ ചങ്കായ കടലിൻ്റെ മക്കളെ ഇതാ നിൽക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ. സത്യം പറഞ്ഞാൽ ഒരാരും നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല ഈ നിൽക്കുന്ന ചങ്കുകളെ. വിരൽ തുമ്പിൽ കണ്ണുള്ളവൻ, കരയിൽ നിന്ന് കാണുന്നത് പോലെയല്ല കടലിൽ പോയാൽ തിരിച്ചു വരുമെന്ന് പറയാത്ത ഒരു പറ്റം വലിയൊരു സമൂഹം. അവർ ചെയ്യുന്ന ദൗത്യം ലോകത്തിലെ വലിയ മീൻ. പുറത്തുള്ള ഇവർക്കെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കാം, പക്ഷേ നടക്കില്ല. അവരുടെ കരുത്ത് തന്നെ വേണം. അതിനു വേണ്ടിയായിട്ടാണ് അവരോടൊപ്പം നിൽക്കാൻ എന്നെ തിരഞ്ഞെടുത്തത്. പ്രളയത്തിൽ രക്ഷകരായവർ ചിലപ്പോൾ ചിലർക്ക് തോന്നും, ഓ കടൽപ്പണി ബുദ്ധിയില്ല, അങ്ങനെ എങ്ങനെയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് കടലിൽ പോയി മീൻ പിടിക്കുന്നവരാണ്. അവർക്ക് സമയമില്ല. കടലിൽ മീൻ പിടിക്കുന്നത് ചുമ്മാ വലയിട്ടാലോ ചൂണ്ടയിട്ടാലോ മീൻ കിട്ടുമുള്ളതാണ് നിങ്ങൾ കരുതരുത്. കൗശലം വേണം. കൗശലം കൊണ്ട് മാത്രം പിടിക്കുന്ന ഫിഷർമാൻ്റെ ബുദ്ധി. ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി എൻ്റെ ശക്തി എന്ന് പറയുന്നത് WTIയുടെ ഹെഡായ സേമന്തിജി, പിന്നെ മറൈൻ ബയോളജിസ്റ്റായ സജൻ സർ, അതേപോലെ തന്നെ എൻ്റെ മുകളിലുള്ള സ്വാതി മാഡം, ഇവരുടെയൊക്കെ കരുത്തിൽ ഞാൻ എൻ്റെ കടലിൻ്റെ മക്കളുടെ ഉരുക്കന്മാരുടെ കൂടെ യാത്ര തുടരുകയാണ്. എൻ്റെ കടലറിവുകളിൽ കിട്ടിയ യാത്രയിൽ ഏറ്റവും വലിയ പുണ്യം ചെയ്യാൻ എൻ്റെ ജീവിതത്തിലെ പാർട്ട് ഓഫ് ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഘടകമായി മാറി വെയിൽ ഷാർക്ക്. അതായത് ഞങ്ങളുടെ ഇതിൽ കേരളത്തിൽ വിളിക്കുന്നത് മീനുക്കുട്ടി. ഞങ്ങൾ എൻ്റെ അടുത്ത് കെട്ടി, സത്യം പറയാലോ, ഞാൻ താലോലിച്ചിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ടാറ്റ പറഞ്ഞിട്ട് പോയവരുണ്ട്. അവർ ഒരുപാട്, എത്ര എനിക്ക് പോലും എണ്ണാൻ പറ്റില്ല, 22ഓളം വെയിൽ ഷാർക്കിനെ റെസ്ക്യൂ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അഭിമാനം തോന്നുന്നു. കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരുപാട് സമ്പത്ത് ഈ ഇനി വരുന്ന ഇപ്പം 4 മാസമായിട്ട് ഞങ്ങളുടെ ഫിഷർമാൻമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീനിന് വില കൊടുത്ത് വാങ്ങിക്കുന്ന മീനിൻ്റെ ഇത്. കടലിൽ മീനില്ല. എന്തുകൊണ്ട്? ആരും സംസാരിക്കുന്നില്ല. കടപ്പുറം മൊത്തം ഡെഡായിരിക്കുകയാണ്. അവർ പട്ടിണിയാണ്. ആ സമയത്തും ഈ വെയിൽ ഷാർക്കിനെ രക്ഷപ്പെടുത്തുമ്പം അവർക്ക് കിട്ടുന്ന 25,000 രൂപ നഷ്ടം, വലയുടെ നഷ്ടമാണ്. അത് അമൃതാണ് ഈ WTI നൽകുന്നത്, നമ്മുടെ വനവകുപ്പ് ചേർന്ന് ചെയ്യുന്നത്. ഒരു വലിയ അമൃതമായി കാണുന്നു. ഇനിയും യാത്ര തുടരും. വെയിൽ ഷാർക്കിനെ, നമ്മുടെ ഈ വെള്ളുടുമ്പൻ സ്രാവിനെ, മീനുക്കുട്ടിയെ സഹായിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കടലിൻ്റെ മക്കളോടും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറുമാരും അതേപോലെ തന്നെ നമ്മുടെ വനവകുപ്പ് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കുചേരണം. യാത്ര തുടരുകയാണ്. നന്ദി, നമസ്കാരം. കൂടി ഒരാൾക്ക് ചെയ്യാനുണ്ട്. വേറെ ആരുമല്ല, ഈ 1500-ൽ പരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായത്, നമ്മുടെ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ അത്രയും കുട്ടികൾക്ക് ജഡ്ജ്മെന്റ് നടത്തിയത് ചിത്രകലാ സംഘത്തിന്റെ ഭാഗമായിട്ട് മീന അവർകളാണ്. നമ്മുടെ പരിപാടി അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്തതായി നന്ദി പ്രകാശനമാണ്. അതിനായി ഡിസൈൻ, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി തുടങ്ങി WTIയുടെ ആദ്യാന്ത ഭാഗം വരെ ഈ വലിയൊരു പരിപാടി ക്രോഡീകരിച്ച ശ്രീ ടിറ്റോ കൊച്ചുവീട്ടിലാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ഭംഗിയായി ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തെ നന്ദി പറയുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എനിക്കിപ്പോൾ നന്ദി പറയാന്നുള്ളത്, ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്കാണ്. കാരണം ഞങ്ങൾ ശംഖുമുഖത്ത് വരുന്ന അജിത്തിനറിയാം, ഗോവൻ സാറിനറിയാം, ഇവിടെ ഇത്രയും ക്രൗഡ് കൂടിയിട്ടുണ്ട് എങ്കിൽ അതിന് ഒരാൾക്ക് 2 വേസ്റ്റ് വെച്ചിട്ട് ഇവിടെ കൂടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഇവിടെ എന്ത് ശില്പം ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ വേദി ഉള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ വേസ്റ്റ് വളരെ കുറവാണ്. അതിന് എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഞങ്ങൾ ഈ പ്രോഗ്രാം ഒരു വലിയൊരു പ്രോഗ്രാമിൻ്റെ അവസാനമാണിത്. ഞങ്ങൾ ബോധവൽക്കരണമാണ് നടത്തിയത്. WTIയുടെ ബോധവൽക്കരണത്തിൻ്റെ പാർട്ടായിട്ടാണ് പിക്കാന അതിലേക്ക് വരുന്നത്. എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. അതുപോലെ പോസ്റ്റിലെ സാറിനെ വിട്ടത്. അപ്പോൾ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അവർ 2 പേരും തന്ന പിന്തുണ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാം പോലും ഇപ്പം ഓണായത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അവർക്ക് നന്ദി കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ നന്ദി പറയുന്നു. മുന്നിൽ ഞങ്ങളെ കേട്ടിരുന്ന ഞങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾ, ഈ അതിഥികൾക്ക് മുന്നിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ച ഓരോരുത്തർക്കും ഞങ്ങളുടെ അകപഴിഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു.
അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.